ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സ്വന്തം ഹിൽ പാലസിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഹിൽ പാലസിനെ കുറിച്ചിട്ട് നമ്മൾ മലയാളികൾക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ലെന്നറിയാം. എന്നാലും 160 വർഷം പഴക്കമുള്ള ഈ പാലസ് ഇപ്പോഴും എന്തൊരു ഭംഗിയിലാണെന്നറിയോ കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എപ്പിസോഡ് ഹിൽ പാലസിനെ കുറിച്ചാണ്. നമ്മുടെ ഹിൽ പാലസ് വളരെ ഭംഗിയായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഞാനൊരു 20 ഇയേഴ്സിന് മുമ്പാണ് ആദ്യമായിട്ട് ഹിൽ പാലസ് കാണാൻ വരുന്നത്. പക്ഷെ അന്ന് ഞാൻ വളരെ കുഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല എന്തായിരുന്നു ഞാൻ കണ്ടതെന്നൊക്കെ. അതുകൊണ്ട് തന്നെ ഇത്തവണ പോയപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. എനിവേസ്, ഞാൻ ആദ്യം പറയാലോ, ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതിപ്പം പോളിഷ് ചെയ്യണ കാര്യത്തിലായാലും ഹൈജീനിൻ്റെ കാര്യത്തിലായാലും എല്ലാ ലൈറ്റൊക്കെ വെച്ച് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ അവിടെ ഓരോ ഏരിയയിലും ഗൈഡുമുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും എന്തൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ. ഇത് കേരളത്തിൻ്റെ ലാർജസ്റ്റ് ആർക്കിയോളജിക്കൽ മ്യൂസിയമാണ്. അതുകൊണ്ട് തന്നെ വീഡിയോസൊക്കെ എടുക്കുന്നതിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. എന്നാലും എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന ക്രോക്കറി ഐറ്റംസ്, അതുപോലെ തന്നെ അവരുടെ പണ്ടത്തെ ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ. പണ്ടത്തെ രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും ഒക്കെ ഫോട്ടോസ്. അതുപോലെ തന്നെ ജ്വല്ലറീസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ബിക്കോസ് ജ്വല്ലറി സെക്ഷൻ എത്തിയപ്പം ക്യാമറ റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. അതുപോലെ തന്നെ അവർ യൂസ് ചെയ്തിരുന്ന മോട്ടോർ വെഹിക്കിൾസ്, രഥങ്ങൾ, അതുപോലെ കുറേ ഉണ്ട്. അപ്പം നിങ്ങൾ ബാക്കി വീഡിയോസ് കാണൂ. നമ്മൾ മലയാളികളാരും ഹിൽ പാലസ് കാണാതിരുന്നിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ എന്തായാലും കാണേണ്ട ഒരു മ്യൂസിയം തന്നെയാണ്. ഐ തിങ്ക് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ട്രഷർ ഓഫ് കേരള, ബിക്കോസ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. സോ ഈ വീഡിയോസിൽ നിങ്ങൾക്ക് ഒരുപാട് സംഭവങ്ങൾ കാണാൻ പറ്റും. ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആണെങ്കിൽ ഈ വീഡിയോസ് എന്തായാലും ഒന്ന് ലൈക്ക് ആൻഡ് ഷെയറും പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ടാറ്റ, ബൈ.